ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. എടി, ഒന്നുകൂടെ അറിഞ്ഞാ കൊള്ളാം. നിന്നെ ഒരു ഡോക്ടറായിട്ട് കാണണമെന്നുള്ള ആഗ്രഹം ഞാൻ ഇവിടെ വെച്ച് മറക്കണോ, അതോ ആ ആഗ്രഹം തുടരണോ? ചേച്ചി, അങ്ങനെയൊന്നും പറയില്ലേ ചേച്ചി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ക്യാമ്പസിൽ നിന്ന് പുറപ്പെട്ടത്. പറ്റിപ്പോയതാ. ചേച്ചി ആഗ്രഹിച്ച പോലെ ഒരു ഡോക്ടർ എനിക്ക് ആവണം ചേച്ചി. എന്നെ ഒന്ന് വിശ്വസിക്കേ. ഈ ചേച്ചിയുടെ മനസ്സിലെ വേദന എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഭാമയിലുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോഴും ഞാൻ ഇതേ സ്റ്റേജ് അനുഭവിച്ചതാ. ഞാൻ അങ്ങനെ ആവില്ല ചേച്ചി. ഉറപ്പായിട്ടും ചേച്ചിയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റും. എനിക്ക് നിന്നെ വിശ്വാസം മോളെ. പക്ഷെ ഇങ്ങനെയൊക്കെ ചിലത് കാണുമ്പോ ഞാൻ പേടിച്ചു പോവാ. നമ്മൾ സ്ത്രീകളോ ഓരോ നിമിഷവും സൂക്ഷിച്ച് ജീവിക്കേണ്ടവരാ ഭാനു. കാരണം ദൈവം നമ്മളെ അങ്ങനെയാ സൃഷ്ടിച്ചിരിക്കുന്നത്. എടി, ഒരല്പം അശ്രദ്ധ മതി സ്വന്തം ജീവിതം കൈവിട്ടു പോവാൻ. ഭാനു, ഇവിടെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇതുവരെ ഞാനും നീയും കണ്ട സ്വപ്നങ്ങളൊക്കെ ഇല്ലാതാവും. ചേച്ചി, ചേച്ചി സോറി ചേച്ചി. ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. എനിക്ക് നിന്നെ മനസ്സിലാവും. നോക്ക്, തൽക്കാലം ഈ വിവരം ആരും അറിയരുത്, കേട്ടല്ലോ? അറിയാലോ, സേതുവേട്ടനെങ്ങാനും ഒരല്പം അറിഞ്ഞാൽ മതി, അതോടെ നിന്റെ പഠിത്തം നിൽക്കും. 40% പെൺകുട്ടികൾക്കും പറ്റുന്നത് ഇങ്ങനെയാ. വളരെ പ്രതീക്ഷയോടെ പഠിക്കും. ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിക്കുന്നതോടെ അവരുടെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകരും. പിന്നീടുള്ള അവരുടെ ജീവിതം എന്താവുമെന്ന് പോലും മോളെ ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇല്ല ചേച്ചി. ശരി, മോള് കിടക്ക. ചേച്ചി പൊക്കോ, അവിടെ ഏട്ടനുള്ളതല്ലേ. അത് സാരമില്ല, ഞാനിന്ന് ഇവിടെ കിടക്കുന്നുള്ളൂ. കിടക്ക, വാ. സൂര്യ, അകത്തെന്താ ചൂടായതുകൊണ്ടാണോ കുറച്ച് സമയം പുറത്ത് നിൽക്കുന്ന കണ്ടു? ഏയ്, വെറുതെ നിന്നേ ഉള്ളൂ. സൂര്യ, സത്യത്തിൽ ഭാനു എന്താ സംഭവിച്ചത്? ഫുഡ് പോയ്സൺ തന്നെയാണോ? അതേ സേതുവേട്ടാ, ഞാൻ ഡോക്ടറോട് സംസാരിച്ചിരുന്നു. അല്ല, പിന്നെ തന്നെ അവൾ ആരോടും പറയാൻ റൂമിൽ കയറി ഇങ്ങനെ അടച്ചിരിക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല സേതുവേട്ടാ, അവൾക്ക് ആദ്യമായി കിട്ടിയ ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ ടെൻഷനായിരിക്കും. എന്തുകൊണ്ടാ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റാത്തതെന്ന് കാരണസഹിതം കോളേജിൽ ബോധിപ്പിക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ ആകെ പേടിച്ചുപോയി. ഞാനും ഭാവനയും തമ്മിൽ ഇതേ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ.
അല്ലെങ്കിലേ ഭാനു ഒരു പാവം പെണ്ണ, അവളാകെ വട്ടായിരിക്കുക. ഇതിപ്പോ സംഭവിച്ചു പോയില്ലേ, ആരും മനഃപൂർവ്വം ചെയ്തതല്ലോ. ഭാനുവിന് മാത്രമല്ല സേതുവേട്ട, വേറെയും ചില കുട്ടികൾക്ക് സംഭവിച്ചു. പിന്നെ ഭാനുവിന് പുറത്തുള്ള ഭക്ഷണം കഴിച്ചുള്ള ശീലമില്ലല്ലോ, അതാ ഇങ്ങനെ പറ്റിയത്. കഴിച്ചത് എവിടെ നിന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയി ഒന്ന് അന്വേഷിക്കായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല സേതുവേട്ട. ഭാഗ്യത്തിന് ഭാനുവിനും മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാനും ഇതൊരു വിഷയമാക്കണ്ടെന്ന് കരുതിയത്. വേണമെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കി ആ ഹോട്ടൽ പൂട്ടിക്കാം. പക്ഷേ അവിടെ ഉണ്ടാക്കിയ ഭക്ഷണമാണോ കുഴപ്പമുണ്ടാക്കിയെന്ന് വ്യക്തമാക്കണ്ടേ? കാരണം ഭാനുവിന്റെ കൂടെയുള്ളവര് എന്തൊക്കെയോ ഭക്ഷണം കൊണ്ടുപോയിരുന്നു. അല്ല, അതുകൂടി അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വിഷയം വിട്ടത്. ഇത് വേണ്ട സൂര്യ, ചിലപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഭക്ഷണത്തിനാവും അങ്ങനെ സംഭവിച്ചത്. ആയിരിക്കാം സേതുവേട്ട. ശരി. ആ സൂര്യ, ആ സുനിലിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? ഇല്ല സേതുവേട്ട, മാനസയും കൊണ്ടേ അവൻ പോകുന്ന പറയുന്നത്. പക്ഷെ അവളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഒന്നാമതേ വനിതാ കമ്മീഷനിലൊക്കെ രേഖാമൂലം എഴുതി വെച്ചിട്ടുള്ളത്. ഒടുവിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും ഭാവനയും സമാധാനം പറയേണ്ടി വരും. എന്തായാലും ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അല്ലാതെ അവനെങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. സേതുവേട്ടൻ ചെല്ല. പാവം സേതുവേട്ടൻ. ഭാനുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു. സോറി സേതുവേട്ട. ഞങ്ങളുടെ അത്രയും ക്ഷമ സേതുവേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ആ കള്ളം പറയേണ്ടി വന്നത്. സൂര്യ, ആ മായിശി, ഭാവന ഇന്നലെ ഭാനുവിന്റെ മുറിയിലാണ് കിടന്നത്. ഇതുവരെ എഴുന്നേറ്റില്ലേ? ഭാവന മുറ്റത്തേക്ക് ഇറങ്ങുന്ന കണ്ട സൂര്യ. കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു, ചിലപ്പോൾ ആരെങ്കിലും വിളിക്കാനാവും. ഭാവനയ്ക്ക് ചായ ഞാൻ കൊടുക്കാം. അവക്കിപ്പോ വേണ്ടാന്ന് പറഞ്ഞു സൂര്യ. ഇത് സേതുവേട്ടനുള്ളതാ. ഓ ഓക്കെ മായിശി. സൂര്യ, എന്താ മായിശി? ഭാനു ഇങ്ങനെ മുറിയിൽ തന്നെ ഇരുന്നപ്പോ ഞാനും സംശയിച്ചു. ഇന്നലെ സേതുവേട്ടൻ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാ എന്റെ സംശയം മാറിയത്. ആർക്കായാലും സംശയം തോന്നും മായിച്ചി. പാവം ഭാനു ക്യാമ്പിന് പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ ടെൻഷനില്ല. എന്തായാലും ഒരു കാര്യത്തിൽ ഇവിടെയുള്ള എല്ലാവരും ഞാൻ സമ്മതിച്ചു. ആരുടെ മുഖമൊന്ന് വാടിയാലും അപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അതെ സൂര്യ, അത്ര കരുതലോടെയാ ഭാവന ഓരോരുത്തരെയും ചിറങ്ങിന്റെ അടിയിൽ കൊണ്ടു നടന്നത്. അത് പെൺകുട്ടികളും കൂടി ആവുമ്പോ പിന്നെ ശ്രദ്ധിക്കണ്ടേ? വേണം മായിച്ചി. ചിലതൊക്കെ നിങ്ങളെ കണ്ടു വേണം പഠിക്കാൻ. ഞാനേ ഭാവനയെ നോക്കട്ടെ. ശരി. താനെന്താ പതിവില്ലാതെ ഇവിടെ വന്നിരിക്കുന്ന? മായേച്ചി പറഞ്ഞു താൻ പുറത്തിറങ്ങുന്ന കണ്ടെന്ന്. ഞാൻ ഭാനുവിന്റെ കാര്യം ആലോചിച്ചിരിക്കുകയായിരുന്നു. ഭാനുവിനോട് സംസാരിച്ചു എന്നല്ലേ? സംസാരിച്ചു. സംഗതി നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെയാ. അവൾക്ക് അവനോട് മാനസികമായിട്ട് അടുപ്പമുണ്ട്. അല്ലാതെ പിന്നെ അവനോടൊപ്പം പോവോ ഭാനു? ജയേഷ നല്ല പയ്യനാണെന്ന് അവൾ പറയുന്നത്. ഈ പ്രായത്തിൽ എല്ലാവരെയും നല്ലതായിട്ട് തോന്നുള്ളൂ എന്ന് ഞാനും പറഞ്ഞു. എന്താ അവളുടെ അഭിപ്രായം? ഇങ്ങനെ തന്നെ തുടരാനാണോ ഉദ്ദേശം താൻ ചോദിച്ചോ? അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാ സംഭവിച്ചെന്നാ പറയുന്നത്. കൂടെ ഉണ്ടായിരുന്ന ആരോ ആണ് പണി കൊടുത്തതെന്നും പറഞ്ഞു.
എന്നിട്ട് ഭാനുവിന് മാത്രമല്ല ഇങ്ങനെ സംഭവിച്ചുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചില്ലേ? അവൾക്കൊന്നും ഓർമ്മയില്ല സൂര്യ. ജ്യൂസ് കുടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ എന്ന് അവൾ പറഞ്ഞേ. അമ്മ ഈ വിവരം അറിഞ്ഞാലുള്ള അവസ്ഥയാ ഞാൻ ആലോചിക്കുന്നത്. ഭാമ അങ്ങനെ പോയി, ഭരത് വേറൊരു രീതിയിൽ പോയി. അപ്പൊ നമ്മളിങ്ങനെയായിരുന്നോ സൂര്യ? നമ്മുടെ സൗഹൃദം എന്തായിരുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാലോ. എല്ലാവരും നമ്മളെപ്പോലെ ചിന്തിക്കില്ല ഭാവന. ഭാവനയാവാനും സൂര്യയാവാനും അവർക്കൊന്നും ഈ ജന്മം പറ്റില്ല. സൂര്യ, ഞാൻ അവളോട് ക്യാമ്പിന് പോയി നീ എന്തിനാ റിസോർട്ടിലേക്ക് പോയെന്ന് ചോദിച്ചപ്പോൾ പോകുന്ന വഴി ആയതുകൊണ്ട് കൂട്ടുകാരും നിർബന്ധിച്ചുകൊണ്ട് അങ്ങോട്ട് പോയെന്നാ പറഞ്ഞത്.